ഹായ് ഓൾ, എല്ലാവർക്കും PMK എജു മീഡിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയി ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. ഒരു എംപ്ലോയിയെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സുകളാണ് ഉള്ളത് എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. HRMൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. എംപ്ലോയി ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് എന്താണ് എംപ്ലോയി ട്രാൻസ്ഫർ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇറ്റ് മീൻസ് ഷിഫ്റ്റിംഗ് വൺ പേഴ്സൺ ഫ്രം വൺ ജോബ് ടു അനദർ ഓർ വൺ പ്ലേസ് ടു അനദർ without any changes in status, position, responsibility, salary, authority. അതായത് എംപ്ലോയി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്കോ മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എംപ്ലോയി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനിലോ റെസ്പോൺസിബിലിറ്റിയിലോ സാലറിയിലോ അതോറിറ്റിയിലോ ഒന്നും തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ മാറ്റങ്ങളില്ലാതെ അദ്ദേഹത്തെ ഒരു പൊസിഷനിൽ നിന്ന് അതേപോലെയുള്ള മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുകയാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാവാം. ഇതിനെയാണ് നമ്മൾ എംപ്ലോയി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇവിടെ ട്രാൻസ്ഫർ ക്യാൻ ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ എംപ്ലോയി ഓർ ബൈ ദ കമ്പനി. പലപ്പോഴും എംപ്ലോയീസ് റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യാറുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാറുണ്ട്, അല്ലെങ്കിൽ ഒരു പൊസിഷന് അതേപോലെയുള്ള മറ്റൊരു പൊസിഷനിലേക്ക് അവരെ മാറ്റാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഒരുപക്ഷെ കമ്പനിയുടെ റിക്വസ്റ്റ് വെച്ചും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതേപോലെ ട്രാൻസ്ഫേഴ്സുകൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈപ്സ് ഓഫ് എംപ്ലോയി ട്രാൻസ്ഫേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊഴിലാളികളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ് പറയുന്നതിന് മുമ്പായിട്ട് എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ട്രാൻസ്ഫേഴ്സിനുള്ളത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ടു മീറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ റിക്വസ്റ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ട്രാൻസ്ഫറിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. കാരണം ചിലപ്പോൾ എംപ്ലോയീസ് റിക്വസ്റ്റ് കൊടുക്കും, എന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി തരണം, അല്ലെങ്കിൽ എന്നെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി തരണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ എംപ്ലോയീസിൻ്റെ റിക്വസ്റ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ഫറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമത്തത് വരുന്നത് ടു യൂട്ടിലൈസ് ദ സർവീസ് ഓഫ് എംപ്ലോയി ഇൻ അനദർ സെക്ഷൻ. അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു എംപ്ലോയി ഉണ്ടെന്ന് വിചാരിക്കാം. ആ എംപ്ലോയിയുടെ ക്വാളിറ്റി മറ്റൊരു സെക്ഷനിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ട്രാൻസ്ഫർ ഉപയോഗിക്കാറുണ്ട്. ദെൻ ടു പ്രൊവൈഡ് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ഉപയോഗിക്കാറുണ്ട്. ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു എംപ്ലോയി ഇൻ ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജിയിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ടു മീറ്റ് ഓർഗനൈസേഷണൽ നീഡ്. ഓർഗനൈസേഷൻ്റെ ആവശ്യകതകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ടു യൂട്ടിലൈസ് എ കപ്പാസിറ്റി ഓഫ് എംപ്ലോയീസ്. എംപ്ലോയിയുടെ കപ്പാസിറ്റി പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ട്രാൻസ്ഫേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ടു പണിഷ് എംപ്ലോയീസ്. ചില ഘട്ടങ്ങളിൽ എംപ്ലോയീസിനെ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും, ട്രാൻസ്ഫർ ഉപയോഗിക്കും. അതായത് ഒരാൾ ചിലപ്പോൾ കുറേ വർഷമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള ആളുകളുമായിട്ട് ഭയങ്കര പരിചയം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അയാൾ ആ ജോലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ കാണിക്കുന്നു എന്ന് കമ്പനി കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്തേക്കാം. അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയി ട്രാൻസ്ഫേഴ്സുകളാണുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. അതിൽ ഒന്നാമത്തെ ട്രാൻസ്ഫർ പറയുന്നത് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ ആണ്. എന്താണ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ നോക്കാം. ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ. എക്സസ് എംപ്ലോയീസ് ഇൻ വൺ ഡിപ്പാർട്ട്മെന്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്. ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും
മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് തൊഴിലാളികളെ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഇവിടെ നോക്കൂ, ഡിപ്പാർട്ട്മെന്റ് എ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിൽ കുറെ അധികം തൊഴിലാളികളുണ്ട്, എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ സെയിം ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റ് ബിയിലെ എംപ്ലോയീസ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് ബിയിലേക്ക് ആളുകൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആളുകൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആകുന്ന സമയത്ത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത് നികത്തുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ട്രാൻസ്ഫർ ആണ് റീപ്ലേസ്മെന്റ് ട്രാൻസ്ഫർ. റീപ്ലേസ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an employee with long years of service is transferred to another department to replace an employee who has shorter service. അതായത് ഒരാൾക്കൊരു ഡിപ്പാർട്ട്മെന്റിൽ കുറേ വർഷത്തെ പരിചയമുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ പരിചയമുള്ള ഒരാളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് കുറഞ്ഞ സർവീസേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ കുറഞ്ഞ സർവീസ് ഉള്ള ഒരാൾക്ക് പകരമായിട്ട് ദീർഘകാലത്തെ സർവീസ് ഉള്ള ഒരാളെ അതേ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീപ്ലേസ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ട്രാൻസ്ഫർ ആണ് വേഴ്സാറ്റിലിറ്റി ട്രാൻസ്ഫർ ഓർ റൊട്ടേഷൻ ഓഫ് ട്രാൻസ്ഫർ. ഈ ട്രാൻസ്ഫറിൽ പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ടു എനേബിൾ എംപ്ലോയി ടു ലേൺ ഓൾ ടൈപ്പ് ഓഫ് വർക്ക് ദാറ്റ് ഈസ് ടു മേക്ക് ദം വേഴ്സാറ്റിൽ. അതായത് ഒരു എംപ്ലോയിയെ പല ജോലികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരാളിപ്പോൾ ഒരു പ്രത്യേക അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ജോലിയിൽ അയാൾ വർക്ക് ചെയ്യുകയാണ്. അതിൽ നിന്നും അയാളെ മറ്റൊരു മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ നിന്നും മറ്റൊരു മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാപനത്തിലുള്ള എല്ലാ ജോലികളും പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉള്ള ട്രാൻസ്ഫറിനെയാണ് നമ്മൾ വേഴ്സാറ്റിലിറ്റി ട്രാൻസ്ഫർ അല്ലെങ്കിൽ റൊട്ടേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അടുത്ത ട്രാൻസ്ഫർ ആണ് ഷിഫ്റ്റ് ട്രാൻസ്ഫർ. ഷിഫ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുകയാണെങ്കിൽ ദീസ് ആർ ട്രാൻസ്ഫർ ഓഫ് വർക്കേഴ്സ് ഫ്രം വൺ ഷിഫ്റ്റ് ടു അനദർ ഓൺ ദ സെയിം ടൈപ്പ് ഓഫ് വർക്ക്. ഷിഫ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരാളെ ഒരു ഷിഫ്റ്റിൽ നിന്നും മറ്റൊരു ഷിഫ്റ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഒരു മോർണിംഗ് ഷിഫ്റ്റിൽ നിന്നും ഈവനിങ് ഷിഫ്റ്റിലേക്ക് മാറ്റുകയാണ്. ഇവിടെ വർക്കിൽ എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസമൊന്നും വരുന്നില്ല, അതേ വർക്ക് തന്നെയായിരിക്കും, പക്ഷെ ഷിഫ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, മാറ്റം വരുത്തുന്നത്. ദെൻ അടുത്തതാണ് റെമഡിയൽ ട്രാൻസ്ഫേഴ്സ്. റെമഡിയൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ട്രാൻസ്ഫേഴ്സ് ആർ മെയ്ഡ് ഇൻ സിറ്റുവേഷൻ വേർ ആൻ എംപ്ലോയി ഫീൽ ഡിസ്കംഫർട്ട്. അതായത് ഒരു തൊഴിലാളിക്ക് അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ആ ജോലി അദ്ദേഹത്തിന് കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അദ്ദേഹത്തിന് വിഷമം നേരിടുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെമഡിയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ട്രാൻസ്ഫേഴ്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്ഫർ.